മക്കളെ, സുനിൽ സാറാണേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സബ്ജക്റ്റാണ് ഫിസിക്സ്. അതെനിക്കറിയാം. അപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം, മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇതിന് ശേഷം ഇത് PDF ആയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരും. ജോയിൻ ചെയ്യാത്തവരൊന്ന് ജോയിൻ ചെയ്തോളൂ, PDF ഫയൽ കിട്ടും കേട്ടോ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു സ്കീം ഓഫ് വർക്ക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവണം അല്ലേ? നമ്മളെ വീഡിയോയിലും നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടോ. അപ്പോൾ സ്കീം ഓഫ് വർക്കിൽ കൃത്യമായിട്ട് ഏത് ചാപ്റ്റേഴ്സ് വരെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവാന്ന് കൃത്യമായി പറയുന്നുണ്ട്. പല കുട്ടികളും പറയുന്നത് ഞങ്ങൾക്ക് ആറ്റംസും അല്ലെങ്കിൽ അങ്ങ് ന്യൂക്ലിയൈ വരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ ന്യൂക്ലിയൈ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് പല കുട്ടികളും പറയുന്നത്. എന്നാൽ നിങ്ങൾ അത് പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. ടേം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേവ് ഒപ്റ്റിക്സ് വരെയാണ്. അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ മുതലുള്ള ചോദ്യങ്ങൾ ഒരു കാരണവശാലും നമ്മളെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുകയില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതുവരെയാണ് ഒഫീഷ്യലായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ ഒരു വെയിറ്റേജ് സ്കോർ കൊടുത്തിട്ടുണ്ട്. ഇത് പബ്ലിക് എക്സാമിൻ്റെ കേട്ടോ. നമ്മളെ ക്രിസ്മസ് എക്സാമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതാ ഈ +2-ൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാംസിൻ്റെ മാർക്ക് പാറ്റേൺ നോക്കാം. അപ്പോൾ അതിൽ 2022 നിങ്ങൾ നോക്കണ്ട, അതൊരു സ്പെഷ്യൽ കേസായിരുന്നു. കൊറോണയൊക്കെ ബാധിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഓവറോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഈ 2023 ലാസ്റ്റ് ഇയർ നടന്നതാണ്. അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതേ പാറ്റേൺ തന്നെയായിരിക്കും ഇത്തവണ വരാൻ ചാൻസ്. കാരണം കണ്ടോ, പല കുട്ടികൾക്കുള്ള സംശയമാണ് ഈ ടേം 2 എന്നുള്ള ചോദ്യങ്ങൾ മാത്രമല്ല എക്സാമിന് വരിക എന്നുള്ളത്. അങ്ങനെയല്ല മക്കളെ. ഈ ടേം 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സാണ്. അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ധാരണ. നിങ്ങൾ അത് പഠിച്ചത് മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് വരും, ഒഫീഷ്യലായിട്ട് തന്നെ ഉറപ്പായിട്ടും വരും. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് 3 മാർക്ക്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നിന്ന് 5 മാർക്ക്, കറണ്ടിൽ നിന്ന് 2 മാർക്ക്, മൂവിങ് ചാർജിൽ നിന്ന് 7 മാർക്ക്. ഇതായിരുന്നു ടേം 1 ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. പലപ്പോഴും ഓപ്ഷണൽ സെഷനിലൊക്കെയാണ് ഇത് വരാറ്. അപ്പോൾ വലിയ പ്രശ്നം നമുക്ക് വരാറില്ല. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാതെ ഒരു കാരണവശാലും ഫുൾ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ C20 ടാർഗറ്റ് നോട്ടിലാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം പാഠം തൊട്ട് അങ്ങ് 10-ാം പാഠം വരെയുള്ള ചോദ്യങ്ങൾ വരും. ഡ്യുവൽ നേച്ചറിന് ചോദ്യങ്ങൾ വരില്ല. ഇനി വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്കൂളുകളും ഞാൻ അന്വേഷിച്ചപ്പോൾ ചാപ്റ്റേഴ്സ് പല കുട്ടികൾക്കും ഈ റേ ഒപ്റ്റിക്സ് ഒക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് പഠിപ്പിച്ച് തീർന്നിട്ടുള്ളൂ. ഈ വേ ഒപ്റ്റിക്സ് ഒക്കെ പലപ്പോഴും ഒരു സെമിനാറൊക്കെ ആയിട്ടാണ് പലപ്പോഴും കുട്ടികൾ കൊടുക്കാറുള്ളത് എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേ ഒപ്റ്റിക്സ് ഒക്കെ നല്ല ടഫായിട്ട് കുട്ടികൾക്ക് തോന്നുന്ന സബ്ജക്റ്റാണ്. അത് ടീച്ചേഴ്സ് പഠിപ്പിച്ചേ പറ്റൂ, അതിനല്ലേ സാലറി കൊടുക്കുന്നത്. അപ്പോൾ വേ ഒപ്റ്റിക്സ് ഒക്കെ പഠിപ്പിച്ചേ പറ്റൂ. അതൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ടോപ്പിക്സ് എന്നാണ്. ശേഷം ഓണത്തിന് മുമ്പുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. സോ മാഗ്നറ്റിസം മാറ്റർ ആണ് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ. അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഡിലീറ്റഡ് ആണ്. അപ്പോൾ അതിൽ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ കാര്യങ്ങളെല്ലാം, സ്റ്റേറ്റ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നീട് ഇത് പക്കാ ഷുവറാണ് മക്കളെ, നോക്കിക്കോ. ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഇവർ തമ്മിലുള്ള ഡിഫറൻസും ആ സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഗ്രാഫുകളൊക്കെ ഉണ്ട്. അത് അതേപോലെ പഠിക്കുക, ഷുവറാണ്. ഇത്രയാണ് 5-ാം ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി 6-ാമത്തെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ഇക്വേഷനും മക്കൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. അടുത്തത് നിങ്ങൾ പഠിക്കുന്നത് മോഷണൽ EMFുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഇക്വേഷൻ ഫോർമേഷനൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ആ സൈനും കാര്യങ്ങളൊക്കെ. അടുത്ത കാര്യം ഈ സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും ഇതുമായി ബന്ധപ്പെട്ട ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെറിവേഷൻസ് വരാറുണ്ട്. കോയിലിൻ്റെ കേസൊക്കെ ഓർത്ത് വെക്കുക, സോളിനോയിഡിൻ്റെ കേസിൽ വരാറുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടറിൻ്റെ ന്യൂമറിക്കലാണ് സാധാരണഗതിയിൽ കാണാറ്. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും പഠിക്കുക. പിന്നെ AC ജനറേറ്ററിൻ്റെ ചോദ്യങ്ങൾ പല വർഷങ്ങളിലും ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, കാരണം ഒക്കെ കണക്റ്റഡാണ്. ആദ്യം നിങ്ങൾ RMS വാല്യൂ എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കണം. അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഇക്വേഷൻ ഒക്കെ പഠിക്കണം.
പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റെസിസ്റ്റർ ഓൺലി, കപ്പാസിറ്റർ ഓൺലി, ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിലുള്ള അവിടുത്തെ ഫേസർ ഡയഗ്രാം കാര്യങ്ങളൊക്കെ വരയ്ക്കാനും അതിൻ്റെ ഇക്വേഷൻസും പഠിക്കാം. പിന്നീട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള LCRും പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അടുത്ത LCR പഠിക്കാൻ പറ്റും. പിന്നീട് അതിൽ ട്രാൻസ്ഫോമറും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നോ അതിൻ്റെ ഫിഗർ എന്താണെന്നോ അതിലെ ലോസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ ഇത്രയാണ് ആൾട്ടർനേറ്റീവ് കറണ്ട് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് വളരെ ഈസി കവർ ചെയ്യാൻ പറ്റിയ EM വേവ്സ് ആണ്. EM വേവ്സിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്നുള്ള ഡെഫിനീഷൻ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഡെഫിനീഷൻ പഠിക്കാൻ നിങ്ങൾ പോകരുത്, ഇക്വേഷൻ പഠിക്കണം. അടുത്തത് ആംബിയർ മാക്സ്വെൽ ലോ സ്റ്റേറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും ചോദിക്കാറുണ്ട്. ആ ഒരു മോഡിഫിക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 പ്രോപ്പർട്ടി എങ്കിലും നിങ്ങൾ ഇതിൽ പഠിച്ചെന്ന് ഉറപ്പ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും എക്സ്പ്രഷനാണ്. ചിലപ്പോൾ അത് വെച്ചുള്ള ഒരു പ്രോബ്ലം വരെ വരും. ആ ഒരു സൈനും കോസും വെച്ചുള്ള എക്സ്പ്രഷൻ അതേപോലെ പഠിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സൈൻ വെച്ചുള്ള എക്സ്പ്രഷൻ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ കോസ് വെച്ചുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. ഏതാണെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചേ പറ്റൂ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഓരോരോ ഡിഫറെൻറ്റ് ആ ഒരു റേ അല്ലേ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലേ അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആ സ്പെക്ട്രം അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓർഡർ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ ഈസി കവർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അടുത്ത റേ ഓപ്റ്റിക്സ്. സ്കിപ്പ് ചെയ്യരുതേ മക്കളെ, സ്കിപ്പ് ചെയ്യരുത്. ഞാനിതാ കൈ കൂപ്പിക്കൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് നിങ്ങൾ നോക്കിയിട്ട് ശേഷം മാത്രം സാർ എന്തുകൊണ്ടാണ് പറയുന്നത് നോക്ക്. കഴിഞ്ഞ വർഷം റേ ഒപ്റ്റിക്സ് 14 മാർക്കിനാണ് ചോദിച്ചത്. സ്കിപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ടഫാണ്, പക്ഷെ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ എന്ന് പറയുന്ന ഡ്രീം തകരും കേട്ടോ. അപ്പോൾ റേ ഒപ്റ്റിക്സിൽ പഠിക്കാൻ ആദ്യം തന്നെ നിങ്ങൾ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലോസും ഒരു പ്ലെയിൻ മിററിലെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. എന്നിട്ട് റിഫ്ലക്ഷനിൽ എന്ത് ചെയ്യുന്നു, സ്പെറിക്കൽ മിറേഴ്സ് ആണ് ടോപ്പിക് ഉണ്ട്. അപ്പോൾ മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ ഒന്നും ചോദിക്കില്ല. അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട 1-2 ഡെറിവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു R/2, റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആണ്. അല്ലെങ്കിൽ മിറർ ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യാനുള്ള ഡെറിവേഷൻസ് ആണ് അവിടെ ചോദിക്കാറ്. ന്യൂമറിക്കൽസും ചോദിക്കും, മിറർ ഇക്വേഷൻ ന്യൂമറിക്കലും ചോദിക്കാറുണ്ട്. അടുത്തത് റിഫ്രാക്ഷൻ എന്താണെന്നും ചോദിക്കില്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട സ്നെൽസ് ലോ എന്തായാലും നിങ്ങളോട് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. സ്നെൽസ് ലോയുടെ ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് എത്താൻ അവർ ചോദിക്കാറുണ്ട്. പിന്നീട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നൊരു ചോദ്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ ആംഗിളും പഠിച്ചേ പറ്റൂ, ഇൻക്ലൂഡിങ് ഡെഫിനേഷൻ ആൻഡ് ഫിഗർ. അടുത്ത് പ്രിസമാണ്. പ്രിസം ഇതിൽ അത്രയ്ക്ക് ഞാൻ ഉറപ്പിക്കുന്നു ചിലപ്പോൾ പ്രിസത്തിൽ നിന്ന് 4 മുതൽ 5 മാർക്ക് വരെ പ്രിസം എന്ന് പറഞ്ഞ ഒറ്റ ടോപ്പിക്കിൽ വരും. സോ പ്രിസത്തിലെ റേ ഡയഗ്രാം പഠിക്കണം, അതിലെ മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ID കർവ് പഠിക്കണം. പിന്നീട് റിഫ്രാക്ഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഡെറിവേഷൻ ഉണ്ട്. N = sin A + D/2 ഡിവൈഡഡ് ബൈ sin A/2. ആ ഡെറിവേഷൻ ആണ് പലപ്പോഴും 3 അല്ലെ 4 മാർക്ക് ചോദിക്കുന്ന ഡെറിവേഷൻ. സ്കിപ്പ് ചെയ്യരുത്. പിന്നീട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതും മസ്റ്റായിട്ട് ചോദിക്കുക. 3 മാർക്കും ചോദിക്കും. ലെൻസ് മേക്കർ ഫോർമുല ചോദിച്ചതിന് ശേഷം അതിൽ നിന്ന് തിൻ ലെൻസ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. പിന്നീട് അതിൻ്റെ ഒരു ന്യൂമറിക്കലും ചോദിച്ച ചാൻസ് വളരെ കൂടുതലാണ്. പഠിച്ചു വെക്കുക കേട്ടോ. സൈൻ കൺവെൻഷൻ ഒക്കെ പഠിച്ചു വെക്കുക. പിന്നീട് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായ ഒപ്റ്റിക്കൽ ഡിവൈസസിൽ മൈക്രോസ്കോപ്പ് എന്തായാലും പഠിക്കുക. ടെലിസ്കോപ്പ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ടെലിസ്കോപ്പിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ്, മൈക്രോസ്കോപ്പാണ് കൂടുതൽ ടെൻഡൻസി. പിന്നെ ഈ ലെൻസുമായി ബന്ധപ്പെട്ട പവർ ഓഫ് ലെൻസ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്ത വേവ് ഒപ്റ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ വേവ് ഒപ്റ്റിക്സിൽ ഹ്യൂഗൻസ് പ്രിൻസിപ്പിൾ, ഹൈഗന്നോ ഹ്യൂഗന്നോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്തോ, ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. പിന്നീട് അടുത്തത് എന്താണ് കൊഹറൻ്റ് ആൻഡ് ഇൻകൊഹറൻ്റ് അഡിഷൻ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, ആ കൊഹറൻ്റ് ആയിട്ടും ഇൻകൊഹറൻ്റ് ആയിട്ടും അഡിഷൻ എങ്ങനെയാണ് വരുന്നുള്ള ആ ഒരു ഫിഗറും അതിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓർത്ത് വെക്കുക. പിന്നീട് അത് വെച്ചിട്ടാണ് എന്ത് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്, ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരാറ് കേട്ടോ. അത് വെച്ചിട്ട് യങ്സ് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും പറയും. പിന്നെ ഡിഫ്രാക്ഷനിൽ ജസ്റ്റ് ഓർത്ത് വെക്കുക. കുറേ കാര്യങ്ങൾ ഡിലീറ്റഡ് ആണ് ഡിഫ്രാക്ഷനിൽ. നിങ്ങൾ എന്താണോ സ്കൂളിൽ പഠിപ്പിച്ചത് അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത പോളറൈസേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഡിലീറ്റഡ് ആണ്. പോളറൈസേഷൻ എന്താണെന്നും അതിൽ ചെറിയ ബേസിക് പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. ബാക്കി ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്ന് കടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഓണത്തിന് മുമ്പുള്ള ടോപ്പിക്സിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡിൽ നമുക്ക് ആദ്യം ഇലക്ട്രിക് ചാർജസും ഫീൽഡും അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. പിന്നീട് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിക്കുക. കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ഒന്ന് ഓർക്കുക. പിന്നീട് ഇലക്ട്രിക് ഫീൽഡും അതിൻ്റെ ഇക്വേഷൻ ഫോർ പോയിന്റ് ചാർജിൻ്റെ ഡെറിവേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഡൈപോൾ മൊമെന്റ്, ഡൈപോളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡൈപോളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. പിന്നീട് എന്താണ് അതിൻ്റെ ടോർക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇലക്ട്രിക് ഫീൽഡിന് ആക്സിയൽ ആൻഡ് ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞ ഡെറിവേഷൻസ് വരാറുണ്ട്. ഹോപ്പ്ഫുള്ളി കഴിഞ്ഞ വർഷം പോലെ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്നെങ്കിൽ വലിയ ഡെറിവേഷൻസ് ഒന്നും ഇലക്ട്രിക് ഫീൽഡ് വരാറില്ല. പക്ഷേ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട. നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊരു ഓണ പരീക്ഷ സെൻട്രലൈസ്ഡ് ഇല്ലായിരുന്നു അല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത് കേട്ടോ. നിങ്ങൾ അത് പഠിച്ചേ പറ്റൂ. ആൻഡ് അടുത്ത കേസിലോട്ട് പോകുകയാണെങ്കിൽ ഗോസസ് ലോ അതിൻ്റെ ഡെറിവേഷൻസും പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ എന്തായാലും 1 മാർക്കും 2 മാർക്കിന് വരാറുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക്
പെട്ടെന്ന് പറയാം, ഓണത്തിന് മുമ്പുള്ള ടോപ്പിക്സ് ആണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നു. പൊട്ടൻഷ്യൽ എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസും പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷനും പഠിക്കുക. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡിൻ്റെ ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ 1 മാർക്കിന് വരാറുണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കുക. കപ്പാസിറ്റൻസ് എന്ന് വിട്ടുകളില്ല, കപ്പാസിറ്റൻസും അതിൻ്റെ ഡെഫിനേഷൻ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് സീരീസും പാരലും പറയുന്നു. അതിനുശേഷം കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ആൻഡ് അടുത്ത കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഓംസ് ലോ, അതിൻ്റെ സ്റ്റേറ്റ് ചെയ്യാൻ അതിൻ്റെ ഗ്രാഫ് കാര്യങ്ങൾ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ വിട്ടുപോരുത്. കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ വന്ന ടോപ്പിക്കാണ് കറന്റ് ഇലക്ട്രിസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷനും ഡെറിവേഷനും ഓർത്ത് വെക്കുക. പിന്നീട് കിർച്ചോഫ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ, അതിൻ്റെ ന്യൂമറിക്കൽ ഒന്നും ഇതുവരെ വന്നിട്ടില്ലേ, എന്നാൽ വരില്ല എന്നല്ല, പക്ഷേ നിങ്ങൾ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രം ന്യൂമറിക്കൽ പഠിക്കാൻ പോയാൽ മതി. പിന്നീട് എന്ത് ചെയ്യുന്നു, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്, ഫിഗർ വരച്ചിട്ട് ഇതിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ ഏതെങ്കിലും പ്രോബ്ലം വരാനും ചാൻസ് ഉണ്ട്. പിന്നെ മൂവിങ് ചാർജ്, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ. മൂവിങ് ചാർജിൽ ലോറൻസ് ഫോഴ്സ് എന്താണെന്നുള്ള ഇക്വേഷൻ കാര്യങ്ങളും ഡെഫിനേഷനും ഓർത്ത് വെക്കുക. അതിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ആംപിയർ സർക്യൂട്ട് തിയറം എന്താണെന്നും അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രേറ്റ് കണ്ടക്ടറും സോളിനോയിഡും രണ്ടും ഡെറിവേഷൻ പഠിക്കണം. സോളിനോടാണ് കൂടുതൽ ചാൻസ് കേട്ടോ. പിന്നീട് ബയോട്ട് സവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ഇക്വേഷനും. പിന്നീട് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഏതാണ് സർക്കുലാർ കോയിൽ, സർക്കുലാർ കണ്ടക്ടർ സർക്കുലാർ കോയിലിൻ്റെ ചോദ്യം വരാറുണ്ട്. പിന്നീട് എന്താണ് രണ്ട് പാരലൽ ആയിട്ടുള്ള കണ്ടക്ടറിൻ്റെ ഇടയിലുള്ള ഫോഴ്സ്, അത് അട്രാക്റ്റീവ് റിപ്പൾസീവ് എപ്പോഴാണെന്നുള്ള കേസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഫിഗർ എന്നിട്ട് അട്രാക്ഷൻ റിപ്പൾഷൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് അതൊരു ബൂസ്റ്റ് ആവും. ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.